നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞുവെന്ന് ഇ.പി. ജയരാജൻ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മതി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് എന്ന് ഇ.പി. ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ IAS പ്രകാശനം ചെയ്തു. സുപ്രഭാതം പരസ്യം സമസ്ത നിലപാടായി കാണേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതില്ലെങ്കിൽ ഇന്ത്യയിലെന്ന LDF പരസ്യവാചകം തമാശ. പശ്ചിമഘട്ടത്തിനപ്പുറത്ത് ഇടതുണ്ടോ എന്നും PK കുഞ്ഞാലിക്കുട്ടി. വാർത്തകൾ വിശദമായി. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞുവെന്ന് ഇ.പി. ജയരാജൻ. കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി സർക്കാർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. 800 കോടിയുടെ നാഷണൽ ഹെറാൾഡ് പത്രം അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മതി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മോഡി ഗവൺമെൻറ് തയ്യാറാകാത്തത്, ED തയ്യാറാകാത്തത് എന്നാണ്. ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിൻ്റെ മുഖപത്രം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 800 കോടിയുടെ അഴിമതിയാണ് നടന്നത്. എന്താ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ ഗാന്ധി തന്നെ സ്വയമേക ചോദിച്ചു നോക്ക്. 800 കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കൂടി ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ IAS പ്രകാശനം ചെയ്തു. പൊതുനിരീക്ഷകൻ മാനവേന്ദ്ര പ്രതാപ് സിംഗ്, ചെലവ് നിരീക്ഷക ആരുഷി ശർമ്മ, പോലീസ് ഒബ്സർവർ സന്തോഷ് സിംഗ് ഗൌർ, ADM K നവീൻ ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. പോക്സോ കേസിൽ പ്രതിക്ക് 10 വർഷം തടവും പിഴയും. 15 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ഇരിട്ടി ആറളം കളരിക്കാട് സ്വദേശി OK ചന്ദ്രബാബുവിനെയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. മട്ടന്നൂർ ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യൽ കോടതി ജഡ്ജ് അനീറ്റ ജോസഫാണ് വിധി പറഞ്ഞത്. 15 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലാണ് പ്രതിക്ക് 10 വർഷം തടവിനും 40,000 രൂപ പിഴയടക്കാനും കോടതി വിധിച്ചത്. പിഴത്തുകയിൽ നിന്നും 30,000 രൂപ ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണം. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 2021 മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ SCPO അനിത DK രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ KV ഗണേശൻ കേസന്വേഷണം നടത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്തു. SI ശശീന്ദ്രൻ KK അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷീന PV ഹാജരായി. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെതിരെ കാപ്പ ചുമത്തി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പഴശ്ശി ദേവർഗാഡ് സ്വദേശി ചിറമ്മൽ ഹൗസിലെ ജ്യോതിഷ് V എന്നയാൾക്കെതിരെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 2007 വകുപ്പ് പ്രകാരം കാപ്പ ചുമത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. കൂത്തുപറമ്പ് സബ് ജയിലിൽ തടവിൽ കഴിഞ്ഞുവരികയാണ് മട്ടന്നൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് പരിധികളിലെ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെയും തുടർച്ചയായി സമൂഹത്തിലെ സമാധാനം ലംഘിക്കുന്നവരെയും നിരീക്ഷിച്ച് ശക്തമായ കാപ്പ നടപടികൾ കണ്ണൂർ സിറ്റി പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞുവെന്ന് ഇ.പി. ജയരാജൻ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മതി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് എന്ന് ഇ.പി. ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ IAS പ്രകാശനം ചെയ്തു. സുപ്രഭാതം പരസ്യം സമസ്ത നിലപാടായി കാണേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതില്ലെങ്കിൽ ഇന്ത്യയിലെന്ന LDF പരസ്യവാചകം തമാശ.
പശ്ചിമഘട്ടത്തിനപ്പുറത്ത് ഇടതുണ്ടോ എന്നും PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. M സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. സുപ്രഭാതം പരസ്യം സമസ്ത നിലപാടായി കാണേണ്ടെന്നും പത്രത്തിലെ LDF പരസ്യം സംഘടനയുടെ നിലപാടായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇടതില്ലെങ്കിൽ ഇന്ത്യയിലെന്ന LDF പരസ്യവാചകം തമാശയാണ്. പശ്ചിമഘട്ടത്തിനപ്പുറത്ത് ഇടതുണ്ടോ എന്നും രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ പതാക വേണ്ട എന്നത് കൂട്ടായ തീരുമാനമാണ് എന്നും കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. പേടിയുള്ളതുകൊണ്ടാണ് മോദി രാഹുലിനെതിരെ സംസാരിക്കുന്നത്. കേരളത്തിന് പുറത്ത് CPIM പ്രചരണം നടത്തുന്നത് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് അല്ലേ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. പരസ്യമല്ലേ പരസ്യം, പക്ഷേ ഞാൻ ചോദിക്കുന്നത് പരസ്യം ഓരോ പത്രത്തിലും വരും. അത് പത്രത്തിൻ്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമല്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല. പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത്? അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യം വേണ്ടേ? അതായത് പശ്ചിമഘട്ടത്തിനപ്പുറം ഇടതില്ലല്ലോ. അപ്പോൾ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യ ഇല്ലേ? പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം, ബംഗാളിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം, ത്രിപുരയിലേക്ക് പോയാൽ ഒക്കെ മുന്നണിയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയാൽ പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ പറയാണ് ഇന്ത്യയിൽ ഇടത് മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാത്ത. അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ? അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം. കൂടുതൽ അവർക്കും കിട്ടും, 1-2 സീറ്റ്. തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കും ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട്
ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല എന്നുള്ള മുദ്രാവാക്യം വലിയൊരു തമാശയാണ്. അവരില്ലല്ലോ. വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നതിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചെയ്തെന്ന പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തു. നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇതു സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ്, ജില്ലാ ലോ ഓഫീസർ A. രാജ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ R. ശ്രീലത എന്നിവരെ ചുമതലപ്പെടുത്തിയതായും കളക്ടർ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചെയ്ത വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടികളെക്കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. ജനാധിപത്യ നിയമം 1951 134, ഇന്ത്യൻ ശിക്ഷാ നിയമം 171 F വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ശമനമില്ല. ഇന്ന് 10 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. സംസ്ഥാനത്തുടനീളം മഴ മുന്നറിയിപ്പുണ്ട്. 14 ജില്ലകളിലും മിതമായ മഴയാണ് പ്രവചിക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യത കൂടുതലാണ്. പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ഉള്ളതിനാലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വലിയന്നൂർ മിഹ്റാജാനിൽ ബിദായ മദ്രസ പ്രവേശനോത്സവം പുറത്തിൽ സലഹുദ്ദീൻ മദ്രസ അങ്കണത്തിൽ നടന്നു. സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂൽ ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് KP താഹിർ അധ്യക്ഷത വഹിച്ചു. സദർ മുഅല്ലിം ഹബീബ് മൗലവി സ്വാഗതം പറഞ്ഞു. കൗൺസിലർ KP അബ്ദുൾ റസാഖ്, P നസീർ, KM നൂറുദ്ദീൻ, V അഹമ്മദ് ഹാജി, M ഇംതിയാസ്, PT കമാൽ, P മുഹമ്മദ്, ബഷീർ അഖ്സാനി, K ബഷീർ, അലി KT, റജാസ്, അബ്ദുൽ ഖാദർ സഖാഫി, CK സമി, കുഞ്ഞു മുഹമ്മദ് ഹാജി, M അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും മരണപ്പെട്ടു പോകും, ചെറുതും വലുതെല്ലാം മരണപ്പെട്ടു. പക്ഷേ ബാപ്പാനും ഉമ്മാനെ നോക്കുന്ന മക്കൾ ഇന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രസംഗത്തിൽ താരസായി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അഞ്ചൻ്റെ അടുത്ത് ചിലപ്പോൾ മാസത്തിൽ ഇടയ്ക്ക് പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊമയിൽ കിടക്കുകയാണ് ആൾക്കാർ. ഒരാൾ ആലുമുണ്ട്, ഒരു വലിയ പൈസക്കാരുണ്ട്. ആ രണ്ടാളും വന്ന് സംസാരിച്ചപ്പോൾ ഇവിടെ അങ്ങനെ ഒട്ട 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ടും കോമയിലാണ് ഒന്നും ആണില്ല. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുന്ന പറയണം, മരിക്കുന്ന ഒരു സെക്കൻഡെങ്കിലും ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മൾ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് കലിമ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സംഭവം പറയാൻ കാരണം മക്കള് ഒഴിയിട്ടാണ് അവിടെ പോകുന്നത്. മക്കൾ നോക്കുന്നില്ല. മക്കളെല്ലാവരും പൈസക്കാര്. ആ ഉപ്പ കഷ്ടപ്പെടുന്ന കോമയിലെത്തുമ്പോൾ ഒരു നേരം പാമ്പേഴ്സ് വരെ മാറ്റാനുള്ള ആൾക്കാർക്ക് ഏൽപ്പിച്ചൊടിക്കാൻ പൈസ വേണ്ട. സ്നേഹം തെച്ചു വേണം. അതിനാണ് ഈ ഈമാൻ. ഈ ദീൻ എന്തിനാ പഠിപ്പിക്കുന്നത്? ഉസ്താദ്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യണം. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്ര വിഷുവിളക്ക് മഹോത്സവം അവസാനിച്ചു. ഏപ്രിൽ 13 മുതൽ 20 വരെ നടന്ന ഉത്സവത്തിൽ കാഴ്ചശീവേലി, ഉത്സവ എഴുന്നള്ളത്തും, പൂജാ ചടങ്ങുകൾ, ഓട്ടംതുള്ളൽ, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും, കഴകപ്പുരയിൽ മോതിരം വെച്ച് തൊഴൽ, തുടർന്ന് പള്ളിവേട്ടയും നടന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 54,440 രൂപ, വെള്ളി 90 രൂപ. അറിയിപ്പ്.
കുടുംബസംഗമം 23-ന്. ചാലോട് KSSPA കൂടാളി മണ്ഡലം കുടുംബസംഗമവും മണ്ഡലം കമ്മിറ്റിക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുവദിച്ച ഓഫീസ് മുറിയുടെ ഉദ്ഘാടനവും 23-ന് 10:30 KPCC അംഗം ചന്ദ്രൻ ചില്ലങ്കേരി നിർവഹിക്കും. പഴയങ്ങാടി മാലിക് ദീനാർ മഖാം ഉറൂസ് 22 മുതൽ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പഴയങ്ങാടി മാലിക് ദീനാർ മഖാം ഉറൂസ് 22 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 22-ന് 8:30 മഖാം സിയാറത്ത് നടക്കും. മഹമ്മൂദ് സൗഫാൻ തങ്ങൾ അൽബുഖാരി ഏഴുമല നേതൃത്വം നൽകും. തുടർന്ന് പതാക ഉയർത്തും. നവാസ് മന്നാനി പ്രസംഗിക്കും. 23-ന് മുനീർ ഹുദവി വിളയിലും 24-ന് അൻവർ മുഹ്യദ്ദീൻ മതപ്രഭാഷണം നടത്തും. 25-ന് 11-ന് മഖാം മസ്ജിദിൽ അന്നദാനവും നടക്കും. സ്വലാത്തിന് ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം നൽകും. തുടർന്ന് സുബൈർ തോട്ടിക്കലിൻ്റെ കഥാപ്രസംഗം നടക്കും. 26-ന് സമാപന സമ്മേളനം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. കലീൽ ഹുദവി കാസർഗോഡ് മതപ്രഭാഷണം നടത്തും. അബുബക്കർ ഹാജി ബ്ലാത്തൂർ മുഖ്യ അതിഥിയാകും. ഹെൽപ്പ് ഡെസ്ക് തുറക്കും. ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ ഉള്ളവർക്കും പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് ആവശ്യമായ ചക്ര കസേരകൾ, വളണ്ടിയർ സേവനങ്ങൾ, പിക്ക് ആൻഡ് ഡ്രോപ്പ്, പോളിംഗ് ബൂത്തിലെ സഹായങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ 20 മുതൽ ഹെൽപ്പ് ഡെസ്ക് തുറക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയത്ത് സംശയ നിവാരണത്തിനായി ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടാമെന്ന് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ അറിയിച്ചു. വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വിതരണം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ജില്ലയിൽ 11 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കുള്ള വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വിതരണം തുടങ്ങി. BLOമാർ ഭവന സന്ദർശനം നടത്തിയാണ് സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത്. ആകെ 21,16,876 വോട്ടർമാരിൽ 14,14,865 വോട്ടർമാർക്ക് ഇതിനോടകം വിതരണം ചെയ്തു. ബാക്കിയുള്ള 7,02,011 വോട്ടർമാർക്ക് ഏപ്രിൽ 21-ന് വൈകിട്ട് 5-നകം വിതരണം ചെയ്യും. അതിനുശേഷവും ഏതെങ്കിലും വോട്ടർക്ക് സ്ലിപ്പുകൾ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ ജില്ലാ ഇലക്ഷൻ കോൾ സെൻറ്റർ ടോൾ ഫ്രീ നമ്പറായ 1950 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടികൾ ജില്ലാ ഇലക്ഷൻ ഓഫീസർ സ്വീകരിക്കും. ജില്ലയിലെ മുഴുവൻ വീടുകളിലും തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി മലയാളത്തിൽ അച്ചടിച്ച പോക്കറ്റ് വോട്ടർ ഗൈഡും BLO മുഖാന്തരം വിതരണം ചെയ്യുന്നുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞുവെന്ന് EP ജയരാജൻ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മതി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് എന്ന് EP ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ K. വിജയൻ IAS പ്രകാശനം ചെയ്തു. സുപ്രഭാതം പരസ്യം സമസ്ത നിലപാടായി കാണേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന LDF പരസ്യവാചകം തമാശ. പശ്ചിമഘട്ടത്തിനപ്പുറത്ത് ഇടതുണ്ടോ എന്നും PK കുഞ്ഞാലിക്കുട്ടി. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.